അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്നും കൊള്ളയടിച്ച പണം ഓഹരി വിപണിയിലും നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് SIT. പണം പ്രതികൾ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലും നിക്ഷേപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളുടെ ബന്ധുക്കളുടെ 30 ബാങ്ക് അക്കൗണ്ടുകൾ SIT മരവിപ്പിച്ചു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ്. വിഷ്ണു, നോക്കൂ, എവിടേക്കാണ് ഈ പണം അവർ നിക്ഷേപിച്ചിരിക്കുന്നത്? ഓഹരി വിപണിയിൽ ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോഴും സംഘപരിവാർ നേതൃത്വത്തിലേക്ക് എത്തുവാൻ മടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ എന്തെല്ലാമാണ്? സിന്ധുരി, അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും SITയുടെ അന്വേഷണത്തിലാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ അയോധ്യയിൽ നിന്നും കൊള്ളയടിച്ച പണം ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചു എന്ന നിർണായകമായിട്ടുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ വിവരം കിട്ടിയിരിക്കുന്നത്. പ്രതികളിൽ ഒരാൾ തന്നെയാണ് എന്തായാലും പോലീസിനോ ഈ അന്വേഷണ സംഘത്തോട് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ച കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 30ഓളം ബന്ധുക്കളുടെ ഈ പ്രതികളുടെ 30ഓളം വരുന്ന ബന്ധുക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിച്ച ഒരു സാഹചര്യം. അത്തരത്തിൽ അന്വേഷണം കൂടുതൽ വിപുലമാക്കാനുള്ള നീക്കം തന്നെയാണ് അന്വേഷണ സംഘം നടത്തുന്നത്. പക്ഷേ ഇതുവരെ അനിൽ മിശ്രക്കെതിരെ അല്ലെങ്കിൽ ചമ്പത് റായ്ക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് അനിൽ മിശ്രക്കെതിരെ ഇപ്പോൾ ചമ്പത് റായും രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ചമ്പത് റായ് ഇത്തരത്തിൽ SITക്ക് ഒരു കത്ത് നൽകിയിരുന്നു. അനിൽ മിശ്രയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത് നൽകിയത്. ഇതിനു പുറമെ അനിൽ മിശ്രക്കെതിരെ നിരവധി തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിന്ധൂരി.